ഇന്ന് നമ്മുടെ മേശയുടെ ഒരു മേക്ക് ഓവർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ മേശയുടെ കവറെല്ലാം അങ്ങ് മേശ വിരി മൊത്തത്തിൽ എല്ലാം അഴുക്കായി നാശമായി പോയി. മേക്ക് ഓവർ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് റെഡിയാക്കി ഒന്ന് സെറ്റാക്കി ഒന്ന് കാണിച്ചു തന്നെ. നമ്മളൊരു സാധനം മേടിച്ചിട്ടുണ്ട്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പം അതൊന്ന് കാണിക്കാം. നമ്മുടെ മേശയൊന്ന് അടിപൊളിയാക്കി എടുക്കാം. നേരത്തെ പറഞ്ഞ ഈ മേശ വിരിയാകുമ്പോൾ ഒരു കാര്യം എപ്പോഴും പെട്ടെന്ന് നാശമായി പോകുന്നു. മാത്രമല്ല ഇവരെപ്പോഴും ചാടി കയറി മൊത്തം കീറി അവർ ഇങ്ങനെ സൈഡിൽ കിടക്കുന്ന എല്ലാവരും കടിച്ചോണ്ടിട്ട് പോകും. അതുകൊണ്ട് നമുക്ക് അതൊന്നും ഇല്ലാത്തൊരു ഓടി 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 ഈ ടേപ്പ് പൊളിക്കുന്ന ശബ്ദം കേൾക്കുമ്പം അവർക്ക് പേടിയാവും. നോക്കട്ടെ, ഇതാണ് സാധനം. കളർ നോക്കട്ടെ. ഇത് വാൾപേപ്പറാണ്. ഇതാണ് വാൾപേപ്പർ. നമുക്കിത് ഇതിൽ മേശയിലങ്ങ് ഒട്ടിക്കാം. കളിക്കാൻ ഒരു സാധനമുണ്ട്. അവക്ക് കളിക്കുന്ന സാധനങ്ങളാ ഇത്തരം കാര്യങ്ങളൊക്കെ. എടുത്തോണ്ട് വെച്ചോ, കളിച്ചോ. അവക്ക് കളിപ്പാട്ടങ്ങളാണ് അവളുടെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമുക്ക് ഈ മേശ വിരി അങ്ങ് മാറ്റാം. എൻ്റെ അവാർഡ് മാറ്റാം. ഇതെനിക്ക് കുറേ കാലം കമ്പനി ജോലി ചെയ്തതിന് ആകെ കിട്ടിയൊരു സാധനമാണ്. എംപ്ലോയി ഓഫ് ദ ഇയർ 2008. അപ്പം നല്ല ജോലിക്കാരനാണെന്ന് അവർ സമ്മതിച്ചതാണ്. അതിന്റെ പ്ലൈബോർഡ് കംപ്ലീറ്റ് പിന്നെ ഇളകി പോയതാണ്. നമ്മളെ പിന്നെ വീട് പണി സമയത്ത് പെയിന്റ് അടിച്ചതും അതും എല്ലാം കൂടെ എങ്ങനെയുണ്ടടാ, കൊള്ളാമോ? അപ്പൊ ഇവിടെ വീട് പണിയൊക്കെ ഉപയോഗിച്ചത് ഒരു സാധനമായി പോയത്. അത് അല്ല, എന്തെങ്കിലും ഒന്ന് ഉരയ്ക്കാൻ എന്തെങ്കിലും അല്പം ഒന്ന് വൃത്തിയാക്കാം. അപ്പം ഒട്ടിപ്പിൻ്റെ കലാപരിപാടികളിലേക്ക് കിടക്കാം. വേണ്ട വേണ്ട, അങ്ങനല്ല. ഇത് ഒട്ടിച്ച് പറഞ്ഞുതരാം ഇത് എങ്ങനെ ഒട്ടിക്കുന്നതെന്ന്. ഞാൻ സ്റ്റിക്കർ ഒട്ടിപ്പിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആടി. ഇങ്ങോട്ട് പിടിച്ച മേളിലത് ഇത്രയും പിടിക്കുക. ഇത്രയും എന്നിട്ട് ഓക്കെ. ഇനി ഈ സാധനം നീ പതുക്കെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണം. പതുക്കെ ഇത് പതുക്കെ രണ്ടറ്റം കൂടെ പിടിക്കണം. പതുക്കെ പിടിച്ചോണ്ട് പോവാം. പതുക്കെ. ഓക്കെ. പോട്ടെ. വണ്ടി പോട്ടെ. ഈ അറ്റം ഒത്തിരി മുമ്പോട്ട് പോട്ടെ. ഈ അറ്റം ഈ അറ്റം കൂടി പോയി. ആ അറ്റം കൂടി പോയി. ഈ അറ്റം കുറഞ്ഞു പോയി.
പൊട്ടായി പൊട്ടി ഇത് കറക്റ്റ് റൂട്ടല്ല പോകുന്നത്. പോട്ട് പൊട്ട് 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 നല്ല കളറപ്പോ പൊട്ടായി 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 കുറച്ചുകൂടെ പൊട്ടെ പൊട്ട് 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 ഇല്ല കുറച്ചുകൂടെ പൊട്ട് ഇല്ല അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് ചേർക്കട്ടെ. ഇനി അത്രയും കട്ട് ചെയ്തേടാ. ആ വെള്ളത്തിൽ കട്ട് ചെയ്ത ഓക്കെ ചേർത്തിട്ടിരിക്കുന്നു. ഇത് ഇവിടെ വരെ അല്പ കുറവാണല്ലേ. കാണാനൊക്കെ കൊള്ളാം, കാണാൻ നല്ലതാ, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നമാണ്, അവര് 10 മീറ്റർ എന്നാണ് കണക്ക് പറയുന്നത്. പക്ഷെ 10 മീറ്റർ ഇല്ല, 5 മീറ്ററും ഇല്ല. അല്ല 5 മീറ്ററും സംതിങ്ങും ഉണ്ട്. ആ അപ്പൊ എന്തായാലും നമ്മളിതിന്റെ ലിങ്ക് കൊടുക്കാം. സാധനം വാങ്ങുന്നവര് ഒന്ന് അളന്നിട്ട് ഒട്ടിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇത് ഒട്ടിച്ചിട്ട് ഇതുപോലൊരു പ്രശ്നം വരും. അപ്പം പിന്നെ ആദ്യം ഇത് ഒട്ടിക്കുന്നതിന് മുമ്പ് ഒന്ന് അളന്ന് നോക്കുക. അളന്നിട്ട് ഇപ്പൊ അവർ പറയുന്നത് 10 മീറ്റർ ഇല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുക. ഇതിപ്പോ നമ്മളിത് ഒട്ടിച്ചു പോയതുകൊണ്ട് നമുക്ക് ഇനി ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു 75 ഉള്ളു സാധനത്തിന് വില. പക്ഷെ കുറെ നാള് കിടക്കും, കാരണം അഴുക്ക് പറ്റി നമുക്ക് തുടച്ചു കളയാം. ഞാൻ വിചാരിച്ച് 10 മീറ്റർ കിട്ടുമല്ലോ, ഇവിടെ എടുത്തിട്ട് ബാക്കി അടുക്കളയുടെ കീഴിലൊക്കെ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിന് കാര്യമൊന്നും 274 രൂപയുണ്ട്. അല്ല 274 രൂപയെന്നുള്ളതല്ല. ഇപ്പൊ നമ്മൾ ഇത്ര അളവ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റിയിലുള്ള സാധനം കൊടുക്കണം. ഓക്കെ, കാണാനൊക്കെ ഭംഗിയുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ഒറ്റ പ്രശ്നമുണ്ട്, ഏതോ അളവറിയാത്തവര് ആരാണ് ചെയ്തത്. എന്നാലും നമുക്ക് തികയുണ്ട്, നമുക്കിത് മതിയാവും. അടിപൊളിയായ മേശ, സൂപ്പറായ നോക്കിക്കേ. നമ്മൾ മേശ അടിപൊളിയായി. ഞാൻ അടിയിലെല്ലാം കട്ട് ചെയ്യണം, ഭംഗി വരും. എനിക്കൊരു സംശയം, നമ്മുടെ ഒരു മലയാളി മേശിരി പിന്നെ ഇത് പുറത്ത് പോയിട്ട് മതില് കെട്ടി, കോണ്ടാക്ട് വൈസിൽ മതില് കെട്ടിയിട്ട് അളന്ന് കാണിച്ചു കൊടുത്തു. ഈ വശം അളന്ന് കാണിച്ചു, ഈ വശം അളന്ന് കാണിച്ചു, 2 വശം അളന്ന് കാണിച്ചിട്ടാണ് സ്ക്വയർ ഫീറ്റ് കാശ് മേടിച്ചത്. അതുപോലെ 5 മീറ്റർ എന്ന് പറയുന്നത് ഇത് 5 മീറ്റർ, ഇത് 5 മീറ്റർ, ഇങ്ങനെ 10 മീറ്റർ ആയി. ഇതായിരിക്കും അവരുടെ കണക്ക്. 10 മീറ്റർ അങ്ങനെയാണ് അവരുടെ കണക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുഴപ്പം നമ്മൾ 10 മീറ്റർ ഓർഡർ ചെയ്തു, അവര് 2 വശം കൂടെ 2 ഷീറ്റ് കൂടെ 10 മീറ്റർ തന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ മേടിക്കാം. പിന്നെ 10 മീറ്റർ ഓർഡർ ചെയ്താല്
ഇങ്ങനെ രണ്ടായിട്ടായിരിക്കും 10 മീറ്റർ കിട്ടുന്നത്. അല്ലെങ്കിൽ 2000 ഇതും 5 മീറ്റർ, ഇതും 5 മീറ്റർ, അങ്ങനെ 10 മീറ്റർ കിട്ടും. ഇരട്ടി മേടിക്കണം. ഇരട്ടി മേടിക്കണം. അല്ല, ഒരു ഡൈനിങ് ടേബിളിന് 5 മീറ്റർ മതിയാവും. അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ ഇതിന് വാളിലൊക്കെ ഒട്ടിച്ചാലും നല്ലതാണ്. വാൾ പേപ്പറായിട്ട് ഉപയോഗിക്കാം ഇത്. ഇവിടെ പിന്നെ നടക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ ഭിത്തി ചവിട്ടിക്കയറി പിന്നെ എല്ലാം വാൾപേപ്പറിന് നല്ലതാണിത്. കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. വാൾപേപ്പറിനൊക്കെ നല്ലതാണ്. പിന്നെയുള്ള വിഷയം വാങ്ങുമ്പം അവരുടെ അളവ് നോക്കി മേടിക്കുക. അതിനകത്ത് ഐശ്വര്യമായിട്ട് തന്നെ അവാർഡും എടുത്ത് വെച്ചേക്കാം. പുതിയതുപോലുണ്ട്. അടിപൊളി, സംബന്ധിച്ചിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ വാങ്ങുക. ഇതുപോലെ പുതിയ ഡൈനിങ് ടേബിൾ ഉണ്ടാക്കുക.